കണ്ണൂർ ധർമ്മടത്തെ അണ്ടല്ലൂർക്കാവിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ. CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ദേവസ്വത്തെ മറികടന്ന് രസീത് അടിച്ച് പണം പിരിച്ചെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. അപാകതകളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, സാധാരണ ഈ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഒരു ഉത്സവം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി വന്നാൽ ദേവസ്വം സീൽ പതിപ്പിച്ച രസീത് മാത്രമേ പിരിവിനായി ഉപയോഗിക്കാവൂ. ഭക്തജനങ്ങളുടെ ധനസമാഹരണത്തിനായി ആ രസീത് മാത്രമേ ഉപയോഗിക്കാവൂ. അത് എത്ര എണ്ണമെന്ന് കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ പക്കൽ കണക്കുണ്ടാകും. അത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എന്നിരിക്കെ സ്വന്തമായി രസീതടിച്ച് പണപ്പിരിവ് നടത്തി ദേവസ്വത്തെ പറ്റിക്കുന്നു, ഭക്തരെ പറ്റിക്കുന്നു CPM നിയന്ത്രിത ക്ഷേത്ര കമ്മിറ്റി, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇതിൽ എടുത്തു പറയേണ്ടത് 2019 അണ്ടല്ലൂർ കാവിൽ അവസാനമായി ഓഡിറ്റ് നടന്നത്. അതിനുശേഷം നടന്നിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം നടന്ന ഓഡിറ്റാണ് ഈ 2019 എന്ന് പറയുന്നത്. 2019 നടത്തിയ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ വളരെ വലിയ ക്രമക്കേടുകളാണ് ഈ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. ഒരു തരത്തിലും തുകകൾ തമ്മിൽ ചേരാത്ത സാഹചര്യം, ഈ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ ചൊല്ലി ദുരൂഹതകൾ, ഇത്തരത്തിൽ നിരവധി കണ്ടെത്തലുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ വർഷാവർഷം ഓഡിറ്റ് നടത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ ക്രമക്കേടുകൾ കൃത്യസമയത്ത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ സാധാരണഗതിയിൽ ഇപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഒരു ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രമാണെങ്കിൽ ഈ കമ്മിറ്റികൾക്ക് ഈ രസീത് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ഗുരുതരമായൊരു വീഴ്ച എന്ന് പറയുന്നത്. അതായത് അണ്ടല്ലൂർക്കാവിൽ CPM നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്ര കമ്മിറ്റി യാതൊരു കണക്കുമില്ലാതെയാണ് രസീതുകൾ അച്ചടിക്കുകയും അതുവഴി പണം പിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാത്രമല്ല, ഈ പണം പിരിച്ച രസീതുകൾ ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയില്ലെന്നത് ഈ പിരിച്ചെടുത്ത പണം അത് കൃത്യമായി ക്ഷേത്രത്തിലേക്ക് എത്തിയോ എന്നൊരു സംശയം നിലനിർത്തുകയും ചെയ്യുന്നു. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ രസീത് ഇത്തരത്തിൽ ഒരു രേഖയുമില്ലാതെ രസീതുകൾ അച്ചടിച്ച് വിതരണം ചെയ്ത് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പണം ഇങ്ങനെ പിരിച്ചിട്ടുണ്ടാവും, ആ തുക കൃത്യമായി ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയോ എന്നടക്കമുള്ള സംശയങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, എത്ര ജീവനക്കാർ ക്ഷേത്രത്തിലുണ്ട് എന്ന വിവരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു മസ്റ്റ് റോൾ അവിടെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് എന്നൊരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. മറ്റൊന്ന്, ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് 8,62,000 രൂപയുടെ മരമാണ് വാങ്ങിയതെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് വാങ്ങിയ കമ്പനിയുമില്ല, ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങിയതിൻ്റെ രേഖകളുമില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ മരം വന്നതെന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വ്യാജ വൗച്ചറാണ് ഈ ഒരു മരം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് വിഭാഗത്തിന് മുന്നിൽ ഹാജരാക്കിയെന്നൊരു ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല, ഈ കണ്ടെത്തലുകൾക്കൊക്കെ ശേഷം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും അവസാനമായി കൃത്യമായി നിർദ്ദേശം നൽകുന്നത് സമഗ്ര അന്വേഷണ ശുപാർശ ചെയ്യുന്നുവെന്നാണ്. അതായത് അണ്ടല്ലൂർ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിരവധി അപാകതകൾ ഓഡിറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആയതിനാൽ മേൽ കമ്മിറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മേൽക്കൊടുത്തിരിക്കുന്ന മറ്റ് ഖണ്ഡികളിലെ അന്വേഷണ ശുപാർശയോടൊപ്പം മലബാർ ദേവസ്വം ബോർഡിന്റെ സമഗ്ര അന്വേഷണം ഓഡിറ്റ് ശുപാർശ ചെയ്യുന്നു എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തന്നെ ക്രമക്കേടുകൾ അണ്ടല്ലൂർ കാവിൽ നടന്നിട്ടുണ്ട്. അതിൽ വിശദമായ അന്വേഷണം വേണം. അതിൽ എടുത്തു പറയേണ്ടത്, പുനരുദ്ധാരണ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം സുതാര്യമായിരുന്നില്ല. അവർ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് സ്വയം രസീത് അച്ചടിച്ച് പണം പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ പുനരുദ്ധാരണ കമ്മിറ്റി അടക്കം വലിയ പണം പിരിച്ചിട്ടുണ്ടെന്നൊരു ഗുരുതരമായ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മലബാർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുക കൂടിയാണ് ഓഡിറ്റ് വിഭാഗം ചെയ്തിരിക്കുന്നത്. കൃഷ്ണരാജ്, ചെയ്തിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിനോടാണ് എന്നുകൂടി ഓർക്കണം. അതായത് ഈ ദേവസ്വങ്ങൾ തന്നെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു എന്ന വാർത്ത ഇങ്ങനെ പ്രതിദിനം അനുദിനം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ശുപാർശ വരുന്നത് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക്. അതായത് നോക്കൂ, ഇവിടെ ഇങ്ങനെ അഴിമതി നടക്കുന്നുണ്ട്, നിങ്ങളറിയാതെ രസീത് അടിച്ച് പണം പിരിക്കുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും അന്വേഷിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നത് ശരിക്കും എന്ത് സംഭവിക്കാനാണ്?
തീർച്ചയായും നമുക്കറിയാം, ദേവസ്വം ബോർഡിൽ നിന്ന് ക്ഷേത്രങ്ങളെ മുക്തമാക്കണമെന്നൊരു ആവശ്യം കുറച്ച് നാളുകളായി വിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തിയാലും അത് എത്രത്തോളം സുതാര്യമായി നടക്കും? അത് രണ്ടും CPM നിയന്ത്രിത ഒരു സംവിധാനമായി നിലവിൽ മാറിയിരിക്കുകയാണ്. അതായത് അണ്ടല്ലൂർ കാവിലെ പുനരുദ്ധാരണ കമ്മിറ്റി എന്ന് പറയുന്നതും CPM നിയന്ത്രിതമാണ്. അത് ആ കേസ് അന്വേഷിക്കാൻ കൊടുത്ത മലബാർ ദേവസ്വം ബോർഡും CPM നിയന്ത്രിത സംവിധാനമാണ് ഇപ്പോൾ പോകുന്നത്. CPM നേതാവായ OK വാസുവാണ് അതിൻ്റെ മലബാർ ദേവസ്വം ബോർഡ് തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ സുതാര്യമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുമോ എന്നൊരു സംശയം തന്നെയാണ് ഭക്തർ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത് ഈ വിവരം അറിഞ്ഞു ഓഡിറ്റ് വിഭാഗം നടപടി എന്നോണം കൃത്യമായി ദേവസ്വം ബോർഡിനെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടി എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ സ്വീകരിക്കേണ്ടത് കൃത്യമായി ഈ ദേവസ്വം ബോർഡാണ്. അതുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കൃഷ്ണരാജ്. ശരി, കണ്ണൂർ ധർമ്മടത്തെ അണ്ടല്ലൂർ കാവിൽ ഒടുവിൽ നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത് ഗുരുതരമായ ക്രമക്കേടുകളാണ്. അതായത് CPM നിയന്ത്രിത ക്ഷേത്ര കമ്മിറ്റി ദേവസ്വം അറിയാതെ രസീതടിച്ച് പണം പിരിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ. പുനരുദ്ധാരണ കമ്മിറ്റിയെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.